ഇത് കോഴിക്കോട് ടൗണിലേക്കുള്ള നമ്മളെ ഇവിടുന്ന് പോകുന്ന നടക്കാവ്, അതുപോലെ ഫ്രാൻസിസ് റോഡ് വരെയുള്ള ഇതിൻ്റെ സൈഡ് ഭാഗങ്ങളിലൊക്കെ ആയിട്ട് ഇത് ബാധിക്കും. പിന്നെ കാരപ്പറമ്പെന്ന് പോകുന്ന ആ വഴി ആ ഭാഗത്തുനിന്ന് ഇത് മാക്സിമം വേഗത്തിൽ തീർക്കാൻ ഇന്ന് തന്നെ തീർക്കാൻ പറ്റുമെന്നുള്ളതാണ് നോക്കുന്നത്. പിന്നെ എന്താ വെച്ചാൽ വലിയ പൈപ്പാണ്. പൈപ്പ് മാന്തി എടുത്ത് ചിലപ്പോൾ പൈപ്പ് പൊട്ടിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ അതിൽ കൂടുതൽ ചിലപ്പോൾ ടൈം വരും. അത് ഇത് മാന്തി നോക്കിയാലേ നമുക്കറിയൂ. അത് ജോയിൻറ്റിലൊക്കെ ആണെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ തീർക്കാൻ പറ്റുമോ നോക്കും. അല്ലെങ്കിൽ കാരണമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഴയ പൈപ്പായത് കാരണമാണ്. വേറെ അല്ലാണ്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ല. അത് എന്തായാലും ഒരു 10-40 വർഷം പഴക്കം കാണും. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ രീതിയിലൊക്കെ പൊട്ടുന്നുണ്ട് ആൾക്കാർ പറയുന്നുണ്ടല്ലോ. സ്ഥിരം പ്രശ്നമുള്ള സ്ഥലമാണ് അത്. ഈ പഴയ പൈപ്പിൻ്റെ ജോയിൻറ്റിൽ ചെറിയ ലീക്കുകളൊക്കെ വരുന്നതാണ്, ചെറിയ രീതിയിൽ വരുന്നത്. നമ്മൾ അവിടെയൊക്കെ പല സ്ഥലത്തും കാണുന്ന ചെറിയ രീതിയിലുള്ള ലീക്ക്. അത് പഴയ പൈപ്പ് ആയതുകൊണ്ടുള്ള വരുന്നത് കൊണ്ടുള്ള. ഈ ലൈനിന് പകരം നമ്മൾ അപ്പുറത്തെ ഇതിൻ്റെ സൈഡിൽ കൂടി പുതിയ പൈപ്പ് ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പം നമുക്ക് അവിടെ ആ അണ്ടർപാസിന് ഇതില്ലേ, അവിടെ പണി നടക്കുന്നത് കാരണം നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ടാണ് ഇതിലെ ആണ് ഇപ്പം വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നത്, ടൗണിലേക്കൊക്കെ ഉള്ള വെള്ളം. അപ്പോൾ ഇത് ആ പണി കഴിഞ്ഞിട്ട് അത് സ്ട്രെയിറ്റ് ആക്കി കഴിഞ്ഞാൽ പിന്നെ ഇത് നമുക്ക് ഒഴിവാക്കാം. ഇന്ന് മിക്കവാറും പൂർണ്ണമായിട്ടും നഗരത്തിൻ്റെ ഒരു ഭാഗത്തേക്ക് വെള്ളത്തില്ല. ഇതിപ്പോൾ ഈ റോഡ് തകർന്നു, വീടുകളിൽ വെള്ളം കയറി, മതിലൊക്കെ തകർന്നല്ലോ. അതോറിറ്റിയുടെ എന്തെങ്കിലും ഇടപെടലുണ്ടാവും? ഇത് നമ്മൾ പരമാവധി കാര്യങ്ങൾ നമ്മൾ ബുദ്ധിമുട്ടുണ്ടായവർക്ക് ചെയ്തു കൊടുക്കുന്നതായിരിക്കും.